ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫാൻ. ഇന്ന് വീണ്ടും കോയമ്പത്തൂർ കേട്ടോ. എന്തിനാ വെച്ചാൽ പോകുമ്പോൾ കാണാം. ഒന്ന് ബൈക്കുമ്പോൾ പോണത് നമ്മളെ പായസിൻ്റെ ബീഹം കൊടുത്താൽ പോകുന്നു കേട്ടോ. രസമായിട്ട് പോവാം. പിന്നെ ഇപ്പോൾ നമ്മൾ റാഷിമാൻ വിളിച്ചിന് രണ്ടും പാടെ കൂടി ഇങ്ങനെ വെറുതെ ട്രിപ്പ്. സമയം 4 മണിക്ക് പറഞ്ഞു. 4:06 എത്തി. ഇപ്പോൾ നേരെ തിരിക്കും, നേരെ കോയമ്പത്തൂർ പോകാം. 4-5 മണിക്കൂറാണ് ബസ്സിനുണ്ടാവില്ല. അത്രയൊക്കെ ടൈം തന്നെ വാങ്ങിച്ചെന്ന് വിചാരിക്കുന്നു. ഈ ടൈം വേണ്ടി തിരക്കുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വിട്ടല്ലോ. റെഡി ഗായ്സ്. സമയം എത്രയാടാ? സമയം ഇപ്പോൾ 6:04. 6:04. അങ്ങനെ 6:04 ആയിട്ട് ഞങ്ങളിപ്പോൾ പള്ളിക്ക് നിസ്കരിച്ച് സ്ഥലപ്പേരത്തൊന്നും അറിയില്ല. പോകുമ്പോൾ സൈഡിൽ പള്ളിയിൽ സ്ഥലം നിസ്കരിച്ചാണ് വണ്ടി കേട്ടോ. ഇഷ്ടമാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ കാലാവസ്ഥ. ഞങ്ങൾ ഇവിടുന്ന് വിടണം. 7 മണി കിട്ടും ചായ ഏകദേശം വാളയാറ് കഴിഞ്ഞ് നേരത്തെ ഒരു 10 കിലോമീറ്റർ ഉണ്ട്. നല്ല ലൈറ്റ് ചായ എൻ്റെ ഫേവറേറ്റ്. ഒരു സാധാ ചായ നമുക്ക്. പിന്നെ ഇത് മതിച്ച് മൊത്തത്തിൽ എടുത്തിട്ടുണ്ടോ. വലിയ ആകെ 3 കേക്കുള്ളൂ. ഇനി കുറേ വായിട്ട് തിന്നാണ്ട് ചെയ്യാം. അപ്പോൾ മതിച്ചാൽ വേറെ ഒന്നുമില്ല. ഫുഡ് ഇനി കോയമ്പത്തൂരൊക്കെ ഉണ്ടാവാൻ അറിയില്ല. എവിടെ പോയേക്കാം അല്ലേ. അവിടെ നമുക്ക് ഫുഡിന് പ്രശ്നക്കാരോ ഇഞ്ചി കരുതി സാധനം ഉണ്ടാവില്ല. അവിടെ തമിഴ്നാടൻ സ്പെഷ്യലൊക്കെ. കോയമ്പത്തൂർ ഹൈവേ കണ്ടപ്പോൾ അടിപൊളി സൈറ്റ് കേട്ടോ. ഇവിടെ നിന്ന് ഡ്രോൺ പൊന്തിച്ചെടുക്കുകയാണ്. ഡ്രോൺ എടുത്തിട്ട് ഷൂട്ട് എടുത്താണ്. ഫസ്റ്റത്തെ ഷോട്ട് തന്നെ നമ്മളെ ഓപ്പോസിറ്റ് ഭാഗത്ത് മരം സൈഡ് ഭാഗത്ത് നീക്കിക്കൊണ്ട് ഇപ്പോൾ കണ്ടില്ല. അതിന് പോയി അടിച്ചിട്ട് നല്ല ക്രാക്ക് ആയിട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ട് ഇതാ താഴേക്ക് നല്ലൊരു ക്യാമറയൊക്കെ ചെറുക്കിയത്. ആ സമയത്ത് ജിമ്മിലൊക്കെ പോയി വിചാരിച്ചു. ഈ വണ്ടിന്റെ ഷോട്ട് എടുത്തപ്പോൾ അത്യാവശ്യം പൊട്ട് കിട്ടിയിട്ടുണ്ടോ. 4 പ്രൊപ്പല്ലർ കിട്ടും. അങ്ങനെ 4 പ്രൊപ്പല്ലർ കേട്ടോ. 4 8:35 HNS എത്തിട്ടോ. എന്താണ് രജിസ്റ്ററിൽ പേരൊക്കെ എഴുതി നമ്മൾ പോയേക്കാം. തുറന്നണോ നേരെ പോവാം. കൂടിയൊക്കെ അല്ലേ നിങ്ങൾ വെച്ചിട്ട് പോയതിൻ്റെ വാർന്ന് പറഞ്ഞ് കലണ്ട ഗൾഫിലല്ലേ. ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കയറാം. നമ്മൾ പടം സെറ്റാക്കി ഇല്ല കേട്ടോ അല്ലേ. അപ്പം നമ്മൾ മുകളിലെത്തിട്ടോ. മുകളിൽ വേറെ മലയാളി ഇവിടെ പുതിയ ആളുണ്ടായിരുന്നു മലയാളി. നിങ്ങളാ എന്ത് പേര്? സവിത അല്ലേ. ഇപ്പം ഈ മലയാളികളൊക്കെ ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണ നിങ്ങളാ? PR ആയിട്ടല്ലേ. അങ്ങനെ കണ്ടിന്യൂ. ഓക്കെ. അപ്പോൾ ഇതാട്ടോ. അപ്പം ഇനി മലയാളികൾ വരുമ്പോൾ പേടിക്കണ്ട. സവിത ആളുണ്ട്. ഇതൊക്കെ ചെയ്യാമെന്ന് നമുക്കറിയാം. ഇപ്പോൾ വീണ്ടും ഫോട്ടോ. അപ്പോൾ HNS കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു എക്സ്പീരിയൻസ് ചെയ്യാൻ ആരെയൊക്കെ കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി വന്നതാണ്. ഡോക്ടറോടും ഇവിടെ വന്ന ഒരാളുണ്ടായിരുന്നു PR ഒക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ മൂപ്പരും കൂടി സംസാരിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മൂപ്പരം കൂടി. ഹായ്, എന്താ പേര്? നിശ്ചിത് അല്ലേ. എല്ലാ സ്ഥലം? ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞല്ലേ? ഒരു മാസം എന്താണ് നല്ല എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഇപ്പോൾ കാണാൻ പറ്റിയില്ല. ഇപ്പോൾ എന്താ ചെടി തുടങ്ങി? ചെടി തുടങ്ങിയിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടോ? ഷെഡിങ്ങാണ് പ്രശ്നം. നമ്മൾ അച്ചുമുടി പോകുമ്പോഴുള്ള ടെൻഷൻ. വേദന എന്താ അവസ്ഥ? അതാണ് എല്ലാവർക്കും പ്രശ്നം. വേദന ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോ
തരിപ്പിക്കില്ല. തരിപ്പിക്കുമ്പോൾ മാത്രം ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു ഭാഗത്തുള്ള ആ ഒരു പെയിനാണ്. അതെങ്ങനെ ഫുള്ള് സൂചി വെക്കുന്നുണ്ടാവും. അതായത് ഇങ്ങനെ ചുറ്റി ഒരു സൈഡ് ഇങ്ങനെ തരിപ്പിക്കുന്നതിനായിട്ട് ചുറ്റി പുറത്തുണ്ട്. അപ്പൊ ആ ഒരു പെയിനാണ് ഉണ്ട്. അതെങ്ങനെ സാധാ സൂചി വെക്കുന്ന വേദന അതോ കുറച്ച് അങ്ങനെ സാധാ സൂചി വെക്കുന്ന ഒരു അത്ര പിന്നെ എത്ര മണി ഇത് ഞാൻ ചെയ്തത് 3500. ഇപ്പൊ എത്ര പൈസ കിട്ടും? 35,000 3500 പൈസ. ഒരു 38,000 കൊടുത്തു. ബാക്കിയത് മെഡിസിനും കാര്യങ്ങളും. അതിലെന്തൊക്കെ പുതിയ നമ്മൾ വന്നപ്പോ യൂണിവേഴ്സിറ്റിയില് പിന്നെ അതേമാതിരി വാട്ടർ കുറച്ച് ഓയിൽമെന്റ് ഉണ്ടാക്കും. ഓയിൽമെന്റ് ഒരു ഓയിൽമെന്റ് മറ്റേ ബാക്ക് സൈഡിൽ പിന്നെ മറ്റേ അലോവേര അലോവേര അന്ന് അലോവേര അല്ലേ ഷാപ്പ് അലോവേര നല്ല കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ വരുന്നുണ്ടല്ലേ ഷാമ്പു ഉണ്ട്. അപ്പൊ ആ യൂസ് എന്തെങ്കിലും അവസ്ഥ ഫസ്റ്റത്തെ ദിവസങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്? വീട്ടിൽ ചെന്നതിന് ശേഷം ഇവിടുന്ന് നിങ്ങൾ പോയത് വീട്ടിലേക്ക് ഒറ്റക്കാവുന്നേ ട്രെയിനിന് നേരെ വീട്ടിലെത്തിയിട്ട് പിന്നെ വീട്ടിലെത്തിയ ശേഷം വേദന ഉണ്ടോ? ചെയ്ത് കഴിഞ്ഞിട്ട് ഇല്ല ഡോണർ ഭാഗത്തും ചെറിയൊരു പക്ഷെ അത് കാര്യമായിട്ടൊന്നും 3 ദിവസം പിന്നെ നീരറിഞ്ഞു. പിന്നെ കുറച്ച് ചെറുതായി നീരങ്ങി ചെറുങ്ങനെ ഒരു വീക്കോ അത് 2 ദിവസം ഒരു ദിവസം കൊണ്ട് ഏകദേശമൊക്കെ സെറ്റ് ആയില്ലേ? ഇപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കല്? അപ്പോ മെയിനായിട്ട് വെയിലുള്ള എന്തെങ്കിലും അർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കുന്നാലും ഇപ്പൊ അറിയാൻ ഇപ്പൊ ഞാൻ കല്യാണത്തിൽ തന്നെയാണ്. GFCക്ക് വന്നോ? ഈ വർഷം മുതൽ GFC ആകട്ടെ ഈ PRP കമ്മന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ GFCക്ക് വന്ന വർഷം കഴിയുന്നത് ഇല്ല ഫസ്റ്റത്തെ ചോര കൊടുത്തു വന്നിരിക്കുകയാണ്. പിന്നെ മിനിമോക്സിഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനാണ് ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ളത് 90 ദിവസത്തിന് ശേഷം 3 മാസത്തിന് ശേഷം 3 മാസത്തിന് ശേഷം. പിന്നെ ഇപ്പോ ഈ ഫ്രണ്ട് പോർഷനൊക്കെ തൊടുമ്പോഴൊക്കെ വേദന. അതേപോലെ എനിക്ക് ഇപ്പോഴുള്ള പ്രശ്നമാണ് ഇവിടെ തൊടുമ്പോഴല്ലോ നമുക്ക് ടച്ച് ചെയ്താൽ വേറെ ആയിട്ട് അറിയും. അങ്ങനെ ഫീൽ ചെയ്യുന്നു. അതായത് ഇപ്പോഴത്തെ അവിടെ നമുക്ക് ശരിക്കും പിന്നെ ഇവിടെ അവിടെയൊക്കെ തട്ടുമ്പോഴൊക്കെ ഇവിടെ കറക്റ്റ് തൊട്ട സ്പോട്ട് നമുക്ക് മനസ്സിലാകാത്ത അത് ഇപ്പൊ ഇല്ലെപ്പോഴും അറിയില്ല. 6 മാസത്തേക്ക് ഇപ്പോഴും ഉണ്ടായ ചെറിയ പക്ഷെ പണ്ടത്തെ മരുന്ന പണ്ട് തീരെ അറിയില്ല. ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ മനസ്സിലാവുണ്ട്. ഞാൻ 10 കുറഞ്ഞു. ഹെഡ് വാഷിംഗ് എങ്ങനെ ഇവിടെ നിന്നാ ചെയ്താൽ ചെയ്ത് പുറത്ത് ഫസ്റ്റ് അയച്ചപ്പോ തന്നെ ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് അയച്ചിട്ട് കുറെ പിന്നെ പോകാനില്ല. പിന്നെ നന്നായിട്ട് ക്ലബ് ചെയ്തിട്ട് കൊണ്ട് നല്ല വെറ്റായിട്ട് പെട്ടെന്ന് പോയി. അങ്ങനെ അറിഞ്ഞു ക്ലിനിക്കിനെ പറ്റി എന്റെ ഒരു ഫ്രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സജസ്റ്റ് ചെയ്താണ്. അവരെത്ര കൊല്ലം ചെയ്തിട്ട്? അവർ ചെയ്തിട്ട് 1 മാസം 1 മാസം മുന്നേ ചെയ്താണല്ലേ? മൊത്തത്തിൽ എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെയാണ്. ചെയ്തുകൊണ്ട് 1 മാസം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ നല്ലൊരു ആത്മവിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുമില്ലാത്തൊരു എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ ഇപ്പോ ചെയ്തതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തോന്നുന്നു? നെഗറ്റീവായിട്ട് ഇപ്പോ നിലവിലിപ്പോ 1 മാസം ആയിട്ടുള്ളൂ. കഴിയുമ്പോ ക്ലിനിക്കിനെ പറ്റൊന്നും പറയാം ചെയ്തു. പിന്നെ റിസൾട്ട് വേറെ ആരുടെയും കണ്ടിന്യൂ കണ്ടില്ല അല്ലാത്ത അപ്പൊ ഏതായാലും ഓക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. താങ്ക്സ്. അപ്പൊ കാണാം. ഉണ്ടാവും. അപ്പൊ കാണാം. ഓക്കെ. അപ്പൊ അത്രയോ അനുഭവങ്ങൾ കണ്ടില്ലേ? ഒരാളെ കിട്ടിപ്പോന്ന്. അപ്പൊ നമുക്ക് നോക്കാം ഇനി വേറെ ആരെങ്കിലും അങ്ങനെ 2-3 ആൾക്കാർ കിട്ടുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറുണ്ടോ? മുടി ഇല്ലാതെ വെച്ചിട്ട് സങ്കടം വേണ്ട. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം.
നമ്മള് വീഡിയോ ക്ലിക്ക് ആയിരുന്നോ അതൊരാളെ കാണാൻ വന്നു ഏത് പേരുകളെ ഫസൽ ഇത് കാണിക്കാൻ വന്നല്ലേ എങ്ങനെ വന്ന് ആരെ കാണിച്ചു ഞാന് 2-3 ആൾക്കാർ വീഡിയോ ഉണ്ട് എന്റെ വീഡിയോ കണ്ടില്ലേ സംഭവം മേക്കടോ എത്തിനത്തേക്ക് എത്തിയാണ് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അതാണ് കൺസൾട്ട് ചെയ്ത് നോക്കി എന്താ പറയണോ അഫോർഡാണെങ്കിൽ ചെയ്യുന്നത് ഇവിടെ പിന്നെ ഗ്രാഫിന് 10 രൂപ കേരളത്തൊക്കെ റേറ്റ് കൂടുതലല്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് നോക്കാച്ചിട്ടാണ് ഇവരെന്താ പറഞ്ഞതിനനുസരിച്ച് ചെയ്യാച്ചിട്ടാണ് നോക്കിട്ട് ചെയ്യാന്ന് ഒരു കാലൊക്കെ വരച്ചിട്ടുള്ളൂ ഇപ്പൊ തന്നെ അവർ ചെയ്തുതരല്ലോ എല്ലാ കാര്യം നോക്കിട്ട് അത് ഒറ്റയ്ക്ക് നോക്കിയവർക്ക് മനസ്സിലാവും ഞാനിതേപോലെ ഫോട്ടോ അയച്ചിട്ട് എന്റെ മനസ്സിലായില്ലേ മുടിയിലായിട്ട് അവനോട് വന്ന് കാണിക്കാൻ പറഞ്ഞു വന്ന് കാണിച്ച് പറഞ്ഞു പിന്നെ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ് എടുക്കാം അപ്പൊ തരും അങ്ങനെ കൂടെ നമ്മള് കയറിയല്ലേ ഞങ്ങൾ അപ്പൊ ഡോക്ടറെ കാണിച്ചു വന്നില്ലേ എയർലൈനൊക്കെ കാണണ്ടല്ലോ എയർലൈൻ മരിച്ചപ്പോ ഇപ്പൊ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞു കൂടി ശരിക്ക് ഡോക്ടർ പറഞ്ഞത് അത്യാവശ്യം നല്ല രീതിയിൽ തിന്നിങ് വന്നിട്ടുണ്ട്. ഒരു അറൗണ്ട് 3000 ഗ്രാഫ്റ്റ് വെക്കണം എന്ന് പറഞ്ഞു. ഫ്രണ്ട് കവർ ചെയ്യാനല്ലേ? ഫ്രണ്ട് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്കും വെക്കുന്നുണ്ടോ? ഫ്രണ്ടിലും പിന്നെ ഈ സൈഡിലേക്കും. അപ്പോയിൻമെന്റ് എടുത്തോ അതോ? അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട്. ഈ ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യം കൺഫേം ചെയ്തിട്ട് ഇൻഫോം ചെയ്യുന്നുണ്ട്. എന്നൊക്കെ ഇനിയിപ്പോ ഈ മാസം നെക്സ്റ്റ് മന്ത് ഉണ്ടാവുള്ളൂ. തിരക്കായിട്ട് എല്ലാവരും ചെയ്യ് ഉഷാറാവുമെന്ന് വിചാരിക്കും. നോക്കാം നമുക്ക് പ്രതീക്ഷ തന്നെ അത്ര തന്നെ. എന്നായിക്കോട്ടെ കാണാം. അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരാളെയും കൂടി കിട്ടിയിട്ടോ. നമുക്കിങ്ങനെ യൂട്യൂബ് കണ്ടാണ് കുറേ ആൾക്കാർ വരുന്നത്. ഒരാളിപ്പോൾ ഉള്ളിൽ പോയി നേരത്തെ പറഞ്ഞ ആള് ജെസ്സി കഴിഞ്ഞില്ലേ? ഇതെന്താ സ്കിന്നിനാ? സ്കിന്നിന്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ അവരവിടുന്ന് കുറച്ചൊരു ഫേസ് വാഷും കമ്മിയുള്ളതെന്നതാ? കമ്മിയുള്ള ഓക്കെ ഉഷാറാട്ടെ. കാണാം, ഞാൻ പോവാം. കാണാം. അപ്പോൾ മൂപ്പരത് GFC ഒക്കെ കഴിഞ്ഞു. നമുക്കും പോകട്ടെ. നല്ല ഇത് റെഡി കാണിച്ചിട്ട് എത്ര രൂപയൊക്കെ പറഞ്ഞു? കാണിച്ച് ഫ്രണ്ടില് 1500 വേണമെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിൽ ഈ റീജിയനിൽ 1500 വേണമെന്ന് പറഞ്ഞു. 3000 മുഴുവൻ മൊത്തം 3000 വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇല്ല, ഞാൻ ഡിസിഷൻ എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഏകദേശം ഒരു 36 റുപ്യ എടുത്ത് വരില്ലേ? അത്ര റേഞ്ച് വരും. പൈസ ഒക്കെ റെഡി ആവണേ നോക്കിട്ടേ നോക്കിട്ട് ശരിയാച്ചിട്ടാണ്. ഇനി പോകുന്നുണ്ട്. ഞാൻ പോവാൻ അങ്ങനെ ഞങ്ങൾ വന്ന് ഇവിടെ ചെക്ക് പോസ്റ്റ് തരും. പണ്ട് ഞാനും കുഞ്ഞിപ്പിയും ഓല എടുത്തുകൊണ്ടല്ലേ അന്ന് തിന്ന ഇതട്ടോ അവിടെ വീട്ടിലെ ഊണ് അവിടെ നിന്ന് കഴിക്കുന്നത്. ഇന്നിപ്പോൾ റാഷിമോനാണ് അതിൻ്റെ ഭാഗ്യം. അവന് ബിരിയാണി ആണ് വെച്ചു. എനിക്ക് ബിരിയാണി ആണല്ലോ. ഞാൻ മാണ്ടാറുണ്ട് കേട്ടോ. അതൊന്നല്ല ഭയങ്കര ഇതായിരുന്നു. തിരിച്ചു പോകുന്നു അത് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ വലിയൊരു മാല കേട്ടോ. എന്താ സമയം എത്രയായി? 1:45. നമ്മളെ കേരളത്തിൽ നിന്ന് പോരുമ്പോൾ ആകെ രസമുള്ള റോഡ് ഇതാട്ടോ. ഇത്രയും വലിയ BM ഒക്കെ കൊണ്ട് പോരുമ്പോൾ ഒന്ന് പിടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എത്തണം. എന്താ റോഡ്, അടിപൊളി റോഡാണ്. നല്ല സ്ട്രൈറ്റ് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയ റോഡാണോ. ചെറിയ റോഡ് പണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും സാറായിട്ട് നമുക്ക് ഇങ്ങനെ വണ്ടി കൊണ്ട് പോകാം. നമ്മളെ റോഡൊക്കെ കയറി കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കും സിംഗിൾ റോഡും കൊണ്ടും പൊയ്യാണ്. ഏതായാലും ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഇനിയും കുറേ റിവ്യൂ ആയിട്ട് വരാം. ആൾക്കാരൊക്കെ കിട്ടട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ റിവ്യൂ തരാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ എൻ്റെ Instagram ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ചാറ്റ് ചെയ്തിട്ട് ഒരു റിവ്യൂ വീഡിയോ ഒക്കെ സെറ്റാക്കാം. ഏതായാലും വീഡിയോ അവസാനിക്കുകയാണ്. എന്തായാലും കണ്ടുന്നതിന് താങ്ക്സ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.